നഗരത്തിന്റെ പൗരാവലിയെ പ്രതിനിധാനം ചെയ്ത് ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഞാൻ ഈ നഗരത്തിന്റെ തൊട്ടടുത്ത ഒരു ഗ്രാമത്തിൽ നെട്ടൂരിലാണ് ജനിച്ചത്. ഇവിടെ ഞാൻ കളിച്ചു വളർന്ന നഗരമാണ്, പഠിച്ചു വളർന്ന നഗരമാണ്. ഈ നഗരത്തിലായിരുന്നു എൻ്റെ ബാല്യവും എൻ്റെ കൗമാരവും എൻ്റെ യുവത്വവുമെല്ലാം. ഞാൻ പഠിച്ചത് തേവര കോളേജിലാണ്, പിന്നെ രാജഗിരിയിൽ പഠിച്ചു. പിന്നീട് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയെങ്കിലും വീണ്ടും അഭിഭാഷകനായി കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തിരിച്ചു വന്നു. ഈ ജില്ലയുമായും ഈ നഗരവുമായും എനിക്കുള്ള ബന്ധം അത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. നിങ്ങൾക്കറിയാം, ഞാനും ശ്രീ TJ വിനോദ്, നമ്മുടെ എറണാകുളം MLA, ഞങ്ങൾ വിനോദിന്റെ സ്കൂട്ടറിലും എൻ്റെ ബൈക്കിലും ഈ ജില്ല മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ജില്ലയിൽ എല്ലായിടത്തും പല സ്ഥലത്തും പോയി രാത്രി പല സുഹൃത്തുക്കളുടെയും വീട്ടിൽ താമസിച്ച് സംഘടനാ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ആണ് ഈ നഗരത്തെയും ഈ ജില്ലയെയും അടുത്തറിഞ്ഞ് വളർന്നു വന്ന ഒരാളാണ്. പിന്നീട് വളരെ ചെറുപ്പത്തിൽ സർവകലാശാല യൂണിയൻ ചെയർമാനായപ്പോൾ എന്നും ഓർത്തു വയ്ക്കാനുള്ള ഒരു വലിയ സർവകലാശാല യുവജനോത്സവം ഈ നഗരത്തിൽ സംഘടിപ്പിച്ചതും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഉത്സവ് 87, 87 86, 87 അങ്ങനെയാണ് വന്നത്. അപ്പൊ തീർച്ചയായും ഇന്ന് നമ്മൾ കളിച്ചു വളർന്ന നഗരത്തിന്റെ ആ ഹൃദയവികാരങ്ങൾ ഏറ്റുവാങ്ങാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ വെല്ലുവിളികളാണ്. നമുക്ക് രണ്ടുണ്ട് അധികാരത്തിന്. അധികാരത്തിന് രണ്ട് വശമുണ്ട്. ഒന്ന്, അധികാരത്തിന്റെ ഒരു പത്രാസുണ്ട്, അധികാരത്തിന്റെ ഒരു പാരാഫർണേലിയൻ. നമ്മൾ അതിൽ വീണുപോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ മറികടക്കാൻ, അതിനെ ബൈപ്പാസ് ചെയ്യാൻ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു ഡിവൈൻ അസൈൻമെന്റ് ആണ്. ഞാനൊരു വിശ്വാസിയായ ആളാണ്. ഇതൊരു ദൈവികമായ നിയോഗമാണ്. അങ്ങനെ കരുതി നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിന്റെ മുൻഗണനകൾ നിശ്ചയിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയും. എനിക്കതിന്റെ ആത്മവിശ്വാസമുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയുള്ള കാലത്ത് ടീം ബിൽഡ് ചെയ്യണം. നമ്മൾ ടീം ബിൽഡ് ചെയ്യണം. എല്ലാ രംഗങ്ങളിലും നല്ല ടീം ബിൽഡ് ചെയ്യണം. നമുക്ക് എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്. വൈദഗ്ധ്യമുള്ള ആളുകളെ നമ്മൾ ആവശ്യമുണ്ട്. ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾ വ്യത്യസ്തമായ രംഗങ്ങളിൽ വളരെ ശ്രദ്ധേയമായ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം സഹായം നമുക്ക് വേണം. എല്ലാത്തിനുമുപരിയായി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നമുക്ക് മെച്ചപ്പെടുത്തണം. അതൊരു വെല്ലുവിളിയാണ്. ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ധനകാര്യം ഭരിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല. അതൊരു ചാലഞ്ചാണ്, അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. ജനങ്ങളുടേതാണ് സമ്പത്ത്, ഖജനാവ് ജനങ്ങളുടേതാണ്. ആ പണം നീതിപൂർവമായ വിതരണത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ വികസന പ്രവർത്തനം എന്ന ആളുകൾ പറയും. ഞാനും കരുതിയത് വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.